ഹലോ എവരിവൺ, വെൽക്കം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കുന്നത് ലീഗൽ റീസണിങ് സെക്ഷനാണ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ലീഗൽ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. വെൽക്കം ടു അനദർ ക്ലാസ് ഫ്രം ലീഗൽ എക്സ്പേർട്സ്. ലീഗൽ റീസണിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. എൻട്രൻസിൽ ടോട്ടലായിട്ട് 200 ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് നിന്ന് ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ 2 പേപ്പറുകളിലായിട്ട് ലീഗൽ റീസണിങ് സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. ലീഗൽ റീസണിങ് സെക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ശരി ഉത്തരം കണ്ടെത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ലീഗൽ റീസണിങ് സെക്ഷനിൽ ഉത്തരം അറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. കാരണം മറ്റു ക്വസ്റ്റ്യൻ പോലെ ഫാക്ട് ബേസ്ഡ് അല്ല, ഇത് നമ്മൾ റീസണിങ് ബേസ്ഡ് ആണ്. കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ലോജിക് യൂസ് ചെയ്തുകൊണ്ട്, റീസണിങ് സ്കിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഉത്തരങ്ങളാണ് ലീഗൽ റീസണിങ്ങിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഇപ്പം ക്ലീയിൽ നമുക്ക് 3 മാർക്കാണ് ഒരു ശരി ഉത്തരത്തിന്, -1 ആണ് ഒരു തെറ്റായ ഉത്തരത്തിനുള്ളത്. അപ്പോൾ നമുക്കൊരു റിസ്ക് എടുക്കാനാണെങ്കിൽ പോലും ഒരു ശരി ഉത്തരം കിട്ടുന്നതിന് ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ 30 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ലീഗൽ റീസണിങ്. അതുകൊണ്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ലീഗൽ റീസണിങ് സെക്ഷൻ മസ്റ്റായിട്ടും എല്ലാം അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എക്സാം. യു മസ്റ്റ് അറ്റംപ്റ്റ് എവറി ക്വസ്റ്റ്യൻ ഫ്രം ലീഗൽ റീസണിങ് സെക്ഷൻ. നമുക്ക് ഈ ലീഗൽ റീസണിങ് സെക്ഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ലീഗൽ റീസണിങ് സെക്ഷൻ്റെ സ്ട്രക്ചർ എന്താണ് അതിൻ്റെ ഒരു ഘടന എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ വരുന്നത് ആദ്യം ഒരു ലീഗൽ പ്രിൻസിപ്പിൾ തരും. അത് ഒന്നിലധികമോ പ്രിൻസിപ്പിൾ തരാം. അതൊന്നില്ലെങ്കിൽ ഒരു ലീഗൽ മാക്സിം ആകാം, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ആവാം, അല്ലെങ്കിൽ ഒരു ലീഗൽ വേർഡിങ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കാം നമുക്ക് തരുന്നത്. രണ്ടാമതായിട്ട് ഒരു സിറ്റുവേഷൻ തരും, ഒരു ഫാക്ച്വൽ സിറ്റുവേഷൻ, ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഇല്ലസ്ട്രേഷൻ പോലെ നമുക്ക് തരും. മൂന്നാമതായിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസിലായിരിക്കും ക്വസ്റ്റ്യൻസ് എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഓപ്ഷനുകൾ ആയിരിക്കും നമുക്കുണ്ടാവുക. ഓപ്ഷനുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ലയബിൾ അല്ലേ, വോയിഡ് ആണോ, വാലിഡ് ആണോ എന്നുള്ളതൊക്കെ ആയിരിക്കും. അതിൻ്റെ റീസണിങ് കൂടെ ഉൾപ്പെടുത്തിയതായിരിക്കും ഓപ്ഷൻസ് വരിക. അപ്പോൾ എങ്ങനെയാണ് ഒരു ലീഗൽ റീസണിങ് കറക്റ്റായിട്ട് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്, അതിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെ വേണം എന്നുള്ളതാണ് നമുക്ക് അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തുകൊണ്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ലീഗൽ പ്രിൻസിപ്പിൾ വന്നിരിക്കുന്നത് നത്തിങ് ഈസ് എൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ഇൻ ദി എക്സസൈസ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. സ്വയരക്ഷയ്ക്കായിട്ട് ചെയ്യുന്ന ആക്ടുകളൊന്നും ഒരു ഒഫൻസ് ആയിട്ട് കണക്കാക്കില്ല. ഇതാണ് പ്രിൻസിപ്പിൾ. ഫാക്ച്വൽ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. എ ഡ്യൂ ടു ഹിസ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ട്രൈസ് ടു കിൽ ബി. എ എന്നൊരു വ്യക്തി തൻ്റെ മാനസിക വൈകല്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മൂലം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ബിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. ബി ഇൻ ട്രൈങ് ടു സേവ് ഹിസ് ലൈഫ് കിൽസ് എ. ബി തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എയെ കൊല്ലുന്നു. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1, ബി ഹാസ് നോട്ട് കമ്മിറ്റഡ് എനി ഒഫൻസ്. ബി ഒഫൻസ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം എ കൊല്ലാൻ വന്നതുകൊണ്ടാണ് ബി കൊന്നത്. അതുകൊണ്ട് എ ഒഫൻസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല, ബി ഒഫൻസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. സെക്കൻഡ് ഓപ്ഷൻ, ബി ഹാസ് കമ്മിറ്റഡ് മർഡർ ആസ് എ വാസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ഹിസ് ആക്ട്. എ ഒരു അൺസൗണ്ട് ആയിട്ടുള്ള വ്യക്തിയാണ്, അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യുന്ന കാര്യങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുന്ന ശേഷിയില്ല. അതുകൊണ്ട് തന്നെ ബി ചെയ്തത് മർഡർ ആണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി, എ ഹാസ് നോട്ട് കമ്മിറ്റഡ് എനി ഒഫൻസ് ബിക്കോസ് ഹി വാസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. എ അൺസൗണ്ട് ആയതുകൊണ്ട് തന്നെ എ ഒരു ഒഫൻസും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഓപ്ഷൻ ഡി, എ ഹാസ് കമ്മിറ്റഡ് ഒഫൻസ് ഓഫ് അറ്റംപ്റ്റ് ടു മർഡർ. എ ബിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അറ്റംപ്റ്റ് ടു മർഡറിന് എ ലയബിൾ ആണെന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. ഈ ഓപ്ഷൻ ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു 5 സെക്കൻഡ്സ്. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ, ബി ഹാസ് നോട്ട് കമ്മിറ്റഡ് എനി ഒഫൻസ്. ഒരു ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആ പ്രിൻസിപ്പിൾ ശരിയായി വായിക്കുക. പ്രിൻസിപ്പിളിൽ ഒരു കോർ വേർഡ് ഉണ്ടാവും, ഒരു കോർ വേർഡ് അല്ലെങ്കിൽ ഒരു കോർ ഐഡിയ ആയിരിക്കും ആ പ്രിൻസിപ്പിൾ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മുടെ കോർ ഐഡിയ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. പ്രൈവറ്റ് ഡിഫൻസിൽ ചെയ്യുന്ന ആക്ടുകളൊന്നും ഒഫൻസ് അല്ല എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ. സോ കോർ വേർഡ് ഇസ് പ്രൈവറ്റ് ഡിഫൻസ്. രണ്ടാമതായിട്ട് നമ്മൾ ഈ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ, ആ പ്രിൻസിപ്പിൾ ശരിയാണെന്ന് വെക്കുക. ദ പ്രിൻസിപ്പിൾ ഇസ് ഓൾവേസ് റൈറ്റ് ആൻഡ് സ്റ്റിക്ക് ടു യുവർ പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിളിൽ തന്നിരിക്കുന്നതും അതുപോലെ ഫാക്ച്വൽ സിറ്റുവേഷൻ തന്നിരിക്കുന്നതിലും കൂടുതലായിട്ട് ഒന്നും അസ്യൂം ചെയ്യാതിരിക്കുക. സ്റ്റിക്ക് ടു ദ പ്രിൻസിപ്പിൾ ആണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു അപ്രോച്ച്. ഇവിടെ ബി എ തന്നെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് ബി തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എയെ കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോർ വേർഡ് പ്രൈവറ്റ് ഡിഫൻസിൽ ചെയ്യുന്നത് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ബി ഹാസ് നോട്ട് കമ്മിറ്റഡ് എനി ഒഫൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയായിരിക്കും, ചിലപ്പോൾ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ആക്ടിന് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഡിഫൻസ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും.
പക്ഷേ നമ്മൾ രണ്ടാമത് പറഞ്ഞ സിറ്റുവേഷൻ പോലെ തന്നെ സ്റ്റിക്ക് ടു ദ പ്രിൻസിപ്പിൾ നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക, അതിനപ്പുറത്തേക്ക് നമ്മൾ അസ്യൂം ചെയ്യാതിരിക്കുക. സോ നമുക്കിവിടെ തന്നിട്ടുള്ള പ്രിൻസിപ്പിൾ പ്രൈവറ്റ് ഡിഫൻസിനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എയുടെ ലയബിലിറ്റിയെ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള യാതൊരു പ്രിൻസിപ്പിളും നമുക്ക് തന്നിട്ടില്ല. കാരണം ഇവിടെ ബി ആണ് പ്രൈവറ്റ് ഡിഫൻസ് എൻഫോഴ്സ് ചെയ്യുന്നത്. ബി എ തന്നെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് ബി ആണ് പ്രൈവറ്റ് ഡിഫൻസ് എൻഫോഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എയുടെ ആക്റ്റുകളെ ഒന്നും ജഡ്ജ് ചെയ്യാനുള്ള ഒരു പ്രിൻസിപ്പിളും നമുക്ക് തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയും ഡിയും നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഉള്ളത് ഓപ്ഷൻ എയും ബിയുമാണ്. ഫ്രം ദി പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ളതാണ് നമ്മുടെ കോർ വേർഡ്. അത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ എ തന്നെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ബി അതിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബി എയെ കൊല്ലുന്നത്. സോ കറക്റ്റ് ആൻസർ ഇസ് ബി ഹാസ് നോട്ട് കമ്മിറ്റഡ് എനി ഒഫൻസ് എന്നുള്ളതാണ്. സോ ഈ ഒരു ഫോർമുല എപ്പോഴും ഫോളോ ചെയ്യുക. ഐഡൻറ്റിഫൈ ദ കോർ വേർഡ് ഫ്രം ദ പ്രിൻസിപ്പിൾ, സ്റ്റിക്ക് ടു ദ പ്രിൻസിപ്പിൾ ആൻഡ് അപ്ലൈ ദ പ്രിൻസിപ്പിൾ യൂസിങ് യുവർ ലോജിക് യൂസ് ചെയ്തുകൊണ്ട് അത് ഓപ്ഷനിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ഐഡൻറ്റിഫൈ ദ പ്രിൻസിപ്പിൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ലീഗൽ പ്രിൻസിപ്പിൾ ഇസ് a person is said to have committed assault when an apprehension is caused in the mind of a person that he is about to use physical force against his body. ഒരു വ്യക്തിയുടെ മനസ്സിൽ ഫിസിക്കൽ ഫോഴ്സ് തൻ്റെ മേത്ത് ഇപ്പോൾ ഉപയോഗിക്കും എന്നുള്ളൊരു ഭയം ജനിപ്പിക്കുന്ന ആക്ടിനാണ് അസോൾട്ട് എന്ന് പറയുക. നമുക്ക് ഫാക്ച്വൽ സിറ്റുവേഷൻ നോക്കാം. എ ബിഗിൻസ് ടു അൺലൂസ് ദ മസിൽ ഓഫ് എ ഫിറോഷ്യസ് ഡോഗ്. ഒരു ശൗര്യം കൂടിയ ഒരു നായയുടെ മസിൽ എന്ന് പറയുന്നത് വായയുടെ ഒരു മുകളിലിടുന്ന കവറിംഗ് ആണ്. അത് എ ഊരി മാറ്റുകയാണ്. വൈൽ ഡൂയിങ് സോ intending or knowing it to be likely that he may thereby cause Z to believe that he is about to cause the dog to attack Z. ഇതിങ്ങനെ ചെയ്യുമ്പോൾ എയ്ക്ക് അറിയാം ഇസഡ് എന്നൊരു വ്യക്തി അടുത്ത് നിൽപ്പുണ്ട്, അദ്ദേഹത്തിന് ഡോഗിനെ വിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് അയാൾക്ക് തോന്നും എന്നുള്ളത് കാര്യം എയ്ക്ക് അറിയാം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹാസ് കമ്മിറ്റഡ് അസോൾട്ട് എന്നുള്ളതാണ്. എ അസോൾട്ട് കമ്മിറ്റ് ചെയ്യുന്നത് എ നായയുടെ മസിൽ അഴിച്ചു വിടുകയാണ്. അതുകൊണ്ട് തന്നെ ഫിയർ ഉണ്ടാവും, കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അസോൾട്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി എ ഹാസ് നോട്ട് കമ്മിറ്റഡ് അസോൾട്ട് ആസ് ഹി ഡിഡ് നോട്ട് ഹേർട്ട് ഇസഡ്. ഇസഡിനെ അറ്റാക്ക് ചെയ്ത കാര്യം നമ്മുടെ ഫാക്റ്റിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എ അസോൾട്ട് കമ്മിറ്റ് ചെയ്തിട്ടില്ല. മൂന്നാമത്തെ ഓപ്ഷൻ എ ഹാസ് നോട്ട് കമ്മിറ്റഡ് അസോൾട്ട് ആസ് ദ ഡോഗ് വാസ് സ്റ്റിൽ ഇൻ ചെയിൻ. നായ ഇപ്പോഴും ചെയിനിൽ തന്നെ ആയതുകൊണ്ട് ഒരു ഭയം ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് എ ഒരു അസോൾട്ട് കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എ ഹാസ് കമ്മിറ്റഡ് അസോൾട്ട് ആൻഡ് ബാറ്ററി. അസോൾട്ടും അതുപോലെ തന്നെ ബാറ്ററിയും എ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഓപ്ഷൻ ഡി. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹാസ് കമ്മിറ്റഡ് അസോൾട്ട് എന്നുള്ളതാണ്. ഇവിടെ കോർ വേർഡ് എന്ന് പറയുന്നത് അപ്രഹെൻഷൻ ഓഫ് യൂസ് ഓഫ് ഫിസിക്കൽ ഫോഴ്സ്. ഫിസിക്കൽ ഫോഴ്സ് തന്നെ മേത്ത് ഉപയോഗിക്കുന്ന ഒരു ഭയം ഉണ്ടാക്കുന്ന ആക്ടുകളാണ് അസോൾട്ട് എന്ന് പറയുക. ഇവിടെ എ ഇസഡിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ഇസഡിന് അത്തരത്തിൽ ഒരു ഭയം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ പട്ടിയുടെ നായയുടെ മസിൽ അഴിച്ചു മാറ്റുന്നത്. ഇവിടെ ഓപ്ഷൻ സിയിൽ ചെയിനിലാണ് എന്നുള്ള കാര്യം ഒന്നും തന്നെ നമ്മുടെ ഫാക്ച്വൽ സിറ്റുവേഷനിൽ പറഞ്ഞിട്ടില്ല. ഫാക്ച്വൽ സിറ്റുവേഷനിൽ പറയാത്ത കാര്യങ്ങൾ അസ്യൂം ചെയ്യാതിരിക്കുക. സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് എ ഹാസ് കമ്മിറ്റഡ് അസോൾട്ട്. Next question is question number 3. A master is liable for the acts committed by his servant in the course of employment. ഒരു മാസ്റ്റർ തൻ്റെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ആക്ടുകൾക്ക് ലയബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ. നമുക്ക് ഫാക്ച്വൽ സിറ്റുവേഷൻ നോക്കാം. സഞ്ജയ് ഇസ് എ ഡ്രൈവർ വർക്കിംഗ് വിത്ത് ബ്രൂക്ക് ആൻഡ് കോ. സഞ്ജയ് ബ്രൂക്ക് ആൻഡ് കോ എന്ന കമ്പനിയിലെ ഡ്രൈവറാണ്. വൺ ഡേ ദ മാനേജർ ആസ്ക്ഡ് ഹിം ടു ഡ്രോപ്പ് എ കസ്റ്റമർ അറ്റ് ദ എയർപോർട്ട് ആൻഡ് കം ബാക്ക് അറ്റ് ദ ഏർലിയസ്റ്റ്. ഒരു കസ്റ്റമറെ ഒരു ദിവസം എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് ഓഫീസിലേക്ക് വരാനായിട്ട് സഞ്ജയ് ഏൽപ്പിക്കുന്നു മാനേജർ. ഓൺ ഹിസ് വേ ബാക്ക് he saw his friend Reha waiting for a bus home. He offered to drop her home, which happened to be close to his office. തിരിച്ചു വരുന്ന വഴി സഞ്ജയ് തൻ്റെ രേഹ എന്ന സുഹൃത്തിനെ കാണുന്നു. ആ സ്ത്രീയുടെ വീട് ഈ ഓഫീസിനടുത്തതുകൊണ്ട് തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്നൊരു ലിഫ്റ്റ് ഓഫർ ചെയ്യാണ്. ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓഫ് സഞ്ജയ് ദേ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. രേഹ സഫേർഡ് ഇഞ്ചുറീസ്. കയറിയതിന് ശേഷം തന്നെ സഞ്ജയുടെ നെഗ്ലിജൻസ് മൂലം അവരൊരു ആക്സിഡൻറ്റിൽ പെട്ട് രേഹയ്ക്ക് ഇഞ്ചുറീസ് ഉണ്ടാകുന്നു. ഷീ സീക്സ് കോമ്പൻസേഷൻ ഫ്രം ബ്രൂക്ക് ആൻഡ് കോ.
രേഖ കമ്പനിയെ ലയബിൾ ആക്കുകയാണ്. സോ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ബ്രൂക്ക് ആൻഡ് കോ ഇസ് നോട്ട് ലയബിൾ ആസ് സഞ്ജയ് വാസ് നോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് വെൻ ഹി ടുക്ക് രേഖ ഇൻസൈഡ് ദ കാർ. സഞ്ജയെ ഏൽപ്പിച്ചിരുന്നത് എയർപോർട്ടിൽ പോയി ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രേഖ എടുക്കുന്നത് എംപ്ലോയ്മെന്റ് പുറത്തുള്ള കാര്യമാണ്. സോ കമ്പനി ലയബിൾ അല്ല എന്നുള്ളതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ബ്രൂക്ക് ആൻഡ് കോ ഇസ് ലയബിൾ ആസ് സഞ്ജയ് വാസ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് അറ്റ് ദ ടൈം ഓഫ് ആക്സിഡന്റ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് കമ്പനി ലയബിൾ ആണ് ബിക്കോസ് ഇയാൾ പോയി വരുന്നതിൻ്റെ ഇടയിലായിരുന്നു, അത് കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് ലയബിൾ ആണെന്നുള്ളതാണ്. ഓപ്ഷൻ സി, രേഖ ഗോട്ട് ഇൻ ദ കാർ ഓൺ ഹർ ഓൺ റിസ്ക് ആൻഡ് ഷീ കനോട്ട് സ്യൂ. രേഖ സ്വമേധയാണ് ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോൾ വണ്ടിയിലേക്ക് കയറുന്നത്, അതുകൊണ്ട് മറ്റാരെയും സ്യൂ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബവ്. ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ബ്രൂക്ക് ആൻഡ് കോ ഇസ് ലയബിൾ ആസ് സഞ്ജയ് വാസ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് അറ്റ് ദ ടൈം ഓഫ് ആക്സിഡന്റ്. ഇവിടെ നമ്മുടെ കോർ വേർഡ് എന്ന് പറയുന്നത് ലയബിൾ ഫോർ ആക്ട്സ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നാണ്. കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ് കോർ വേർഡ്. ഇവിടെ സഞ്ജയ് ടേക്സ് രേഖ ഇൻസൈഡ് ദ കാർ ഓൺ ഇസ് വേ ബാക്ക് ടു ഓഫീസ്. ഈ എയർപോർട്ടിൽ പോയി തിരിച്ച് ഓഫീസിൽ വരിക എന്നുള്ളത് സഞ്ജയെ ഓതറൈസ് ചെയ്തിരുന്ന ഒരു ആക്ട് ആണ്. ഹി വാസ് ഓതറൈസ്ഡ് ടു ഡു ദാറ്റ്. ഇവിടെ സഞ്ജയ് ഓഫീസിനടുത്തായതുകൊണ്ട് തന്നെ വേറെ ഒരു ഡീറ്റോറിലേക്കൊന്നും പോയിട്ടില്ല, ഒരു വേറെ വഴിയിലേക്കൊന്നും പോയിട്ടില്ല, തിരിച്ചു വരുന്ന വഴിയിലെയാണ് ഡ്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദിസ് വാസ് നോട്ട് ഔട്ട്സൈഡ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നുള്ളതാണ്. ഹിയർ ഗിവിംഗ് എ ലിഫ്റ്റ് ഇസ് ജസ്റ്റ് എ റോങ്ഫുൾ മോഡ് ഓഫ് ഡൂയിങ് എൻ ഓതറൈസ്ഡ് ആക്ട്. സഞ്ജയ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യുകയാണ്, പക്ഷെ അത് ചെയ്യുന്നതിൻ്റെ ഒരു റോങ്ഫുൾ മെത്തേഡ് മാത്രമാണ് ലിഫ്റ്റ് കൊടുക്കുന്നത്. ലിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി തന്നെ അയാൾ തൻ്റെ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ ഇടയിലാണ് അങ്ങനെ ഒരു ലിഫ്റ്റ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കമ്പനി ലയബിൾ ആണ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 പ്രിൻസിപ്പിൾ നോക്കാം. The state is liable for the acts of its employees when the act is of private nature in the same manner and under the same condition as any other employer. നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ സർവൻറ്റ് റിലേഷൻ പോലെ തന്നെ സ്റ്റേറ്റും തൻ്റെ എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ ലയബിൾ ആണെന്നുള്ളതാണ്. രണ്ടാമത്, ദ സ്റ്റേറ്റ് ഇസ് നോട്ട് ലയബിൾ വെൻ ദ ആക്ട് ഇസ് ഇൻ എക്സസൈസ് ഓഫ് സോവറിൻ പവർ ഓർ ഇൻ പെർഫോമൻസ് ഓഫ് ആൻ ആക്ട് ഓഫ് സ്റ്റേറ്റ്. രണ്ടാമത് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സെംഷൻ ആണ്. അതായത് സോവറിൻ പവറോ അല്ലെങ്കിൽ ഒരു ആക്ട് ഓഫ് സ്റ്റേറ്റോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും സ്റ്റേറ്റിന് ലയബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. ഫാക്ച്വൽ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. An army truck was driven by a military driver A and was proceeding on duty to army men on duty at different military post. ഒരു ആർമി ട്രക്ക് എ എന്നൊരു ഡ്രൈവർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആർമിയിലെ ഉദ്യോഗസ്ഥരെ പല ഔട്ട് പോസ്റ്റുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Then the truck hit a civilian B and caused material injury. The facts showed that the injury was due to rash and negligent driving. B brought a suit in tort against Union of India. അത് ആ ട്രക്ക് അതിനുശേഷം ബി എന്നൊരു സിവിലിയനെ ഇടിക്കുകയാണ്. എന്നാൽ ആക്സിഡന്റ് നടക്കുന്നത് ഈ ഡ്രൈവറുടെ റാഷ് ആൻഡ് നെഗ്ലിജൻസ് മൂലമാണ് എന്നും ഫാക്ട്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്യൂട്ടിന്റെ ഡിസിഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ദ സ്യൂട്ട് വിൽ സക്സീഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ക്വേ ഫെസിറ്റ് പെർ അലിയം ഫെസിറ്റ് പെർ സെ. അതായത് ഹി അനദർ ആക്സ് ത്രൂ ഹിംസെൽഫ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് എയിലൂടെ ആക്ട് ചെയ്യുന്നതിന് സ്റ്റേറ്റ് ലയബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, വിൽ സക്സീഡ് ഓൺ ദ മാസ്റ്റർ സർവൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് മിലിറ്ററി ഡ്രൈവർ. അതായത് മാസ്റ്റർ സർവൻറ്റ് റിലേഷൻഷിപ്പാണ് സ്റ്റേറ്റിനും യൂണിയൻ ഓഫ് ഇന്ത്യക്കും മിലിറ്ററി ഡ്രൈവറിനും തമ്മിലുള്ളത്. അതുകൊണ്ട് സ്റ്റേറ്റ് അതിൻ്റെ എംപ്ലോയിയുടെ ആക്ടിന് ലയബിൾ ആയിരിക്കും. ഓപ്ഷൻ സി പറയുന്നത് വിൽ ഫെയിൽ ആസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഡിഡ് നോട്ട് റാറ്റിഫൈ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ്. യൂണിയൻ ഓഫ് ഇന്ത്യ ഒരിക്കലും എയോട് റാഷ് ആൻഡ് വണ്ടി ഓടിക്കാൻ അനുവദിച്ചിട്ടില്ല, ഓതറൈസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ യൂണിയൻ ഓഫ് ഇന്ത്യക്ക് ലയബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി വിൽ ഫെയിൽ ആസ് ദ ആക്സിഡന്റ് ഒക്കേർഡ് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് സോവറിൻ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ഒരു സോവറിൻ ഫംഗ്ഷനാണ് ആർമി ആളുകൾ കൊണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ സ്റ്റേറ്റ് ലയബിൾ ആയിരിക്കില്ല എന്നുള്ള ഓപ്ഷൻ ഡി. ദിസ് കറക്റ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. Option D is the correct answer. Will fail as the incident occurred in the discharge of a sovereign function of state. ഇവിടെ കോർ വേർഡ് എന്ന് പറയുന്നത് ലയബിൾ ഫോർ ആക്ട്സ് എക്സെപ്റ്റ് ഫോർ സോവറിൻ ആക്ട്സ് എന്നുള്ളതാണ്. സോവറിൻ ഫംഗ്ഷൻസിന് ഒരു എക്സെംഷൻ ഉണ്ട്, അതാണ് നമ്മുടെ കോർ വേർഡ്. ഇവിടെ ആർമി ഓഫീസേഴ്സിനെ ഔട്ട് പോസ്റ്റിലേക്ക് ഡ്യൂട്ടി സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഒരു സോവറിൻ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാവോ എന്നുള്ളതാണ് ഇവിടുത്തെ അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം.
ആർമി ഉദ്യോഗസ്ഥരെ മാറ്റാൻ അല്ലെങ്കിൽ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു സോവറിൻ സ്റ്റേറ്റിന് മാത്രമായിട്ടുള്ള ഒരു അധികാരമാണ്, ഒരു സ്റ്റേറ്റിന് മാത്രമാണ് അത്തരത്തിലൊരു അധികാരമുള്ളത്. അപ്പോൾ ഇവിടെ ആർമി ഓഫീസേഴ്സിനെ ഡ്യൂട്ടി ടൈമിൽ അവരുടെ മിലിറ്ററി ഔട്ട് പോസ്റ്റുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സോവറിൻ ഫംഗ്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോവറിൻ ഫംഗ്ഷനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും സ്റ്റേറ്റിന് ലയബിലിറ്റി ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ തന്നിരുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി will fail as a incident occurred in the discharge of sovereign function of the state. Next question, question number 5, principle ഇതാണ്. Acceptance of a proposal must be absolute and unqualified. ഒരു ഓഫറിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലിന്റെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് മറ്റൊരു കണ്ടീഷൻസ് ഒന്നും വെക്കാതെ അബ്സല്യൂട്ട് ആയിരിക്കണം, അൺക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ പറയുന്നത്. നമുക്ക് ഫാക്ച്വൽ സിറ്റുവേഷൻ നോക്കാം. A made a proposal to sell his motorcycle to B for rupees 25,000. B agrees to buy it for rupees 25,000 but has 5 monthly installments which A does not agree. A തൻ്റെ മോട്ടോർ സൈക്കിൾ 25,000 രൂപയ്ക്ക് ബിക്ക് വിൽക്കാമെന്ന് ഓഫർ വെക്കുന്നു. ബി എന്നാൽ 5 മാസത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 25,000 രൂപ അടയ്ക്കാമെന്ന് പറയുന്നത്. പക്ഷേ എ ഇതിനോട് അംഗീകരിക്കുന്നില്ല. Thereafter B agrees to pay it as decided by A. എന്നാൽ ബി അതിനുശേഷം എ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 1 ടൈം പേയ്മെന്റ് ആയിട്ട് അടയ്ക്കാമെന്ന് സംഭവിക്കുന്നു. Then A sold his motorcycle to C for 26,000 the next day. B sues A for damage. എന്നാൽ ഇതിനുശേഷം എ ആ ബൈക്ക് സിക്ക് വിൽക്കുകയാണ്. അതിനുശേഷം ബി എ ഡാമേജിന് സ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ബി ക്യാൻ പ്രൊസീഡ് അഗെയിൻസ്റ്റ് എ. അതായത് എയുടെ അടുത്തൊരു ഓഫർ ബിയുടെ അടുത്ത് ഓഫർ വെച്ചിരുന്നു, അത് അവർ പിന്നീട് അംഗീകരിച്ചു. അതിനുശേഷം എ അതിൽ നിന്ന് പിന്മാറുന്നതാണ്, അഗ്രിമെന്റിന്റെ വയലേഷൻ ആണെന്നുള്ളതിൽ പ്രൊസീഡ് ചെയ്യാം എന്നുള്ളതാണ് ഓപ്ഷൻ എ. ബി ക്യാൻ ക്ലെയിം ഡാമേജ് ടു ദ എമൗണ്ട് ഓഫ് 1,000. അതായത് 25,000 രൂപയ്ക്ക് അയാൾ പറഞ്ഞു വെച്ച വണ്ടി അയാൾ 26,000 രൂപയ്ക്ക് വിറ്റ് ബിക്ക് വിൽക്കാൻ വെച്ചിരുന്ന വണ്ടിയാണ്. അപ്പോൾ അതിന്റെ നഷ്ടമായിട്ട് 1,000 രൂപ ക്ലെയിം ചെയ്യാമെന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി, ബി ക്യാൻ പ്രൊസീഡ് അഗെയിൻസ്റ്റ് സി. സിയുടെ കയ്യിലാണ് വണ്ടി, ഇപ്പോൾ ബി ആണ് ഇപ്പോൾ ടൈറ്റിൽ. അപ്പോൾ സിക്കെതിരെ ക്ലെയിം ചെയ്യാമെന്നുള്ളതാണ് ഓപ്ഷൻ സി പറയുന്നത്. ബി ക്യാൻ പ്രൊസീഡ് അഗെയിൻസ്റ്റ് സി. ഓപ്ഷൻ ഡി, ബി കനോട്ട് ക്ലെയിം ഡാമേജസ് ഫ്രം എ. ബിക്ക് ഒരു ഡാമേജസും ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നില്ല, ഒരു അഗ്രിമെന്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഡി പറയുന്നത്. ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, ബി കനോട്ട് ക്ലെയിം ഡാമേജസ് ഫ്രം എ. ഇവിടെ കോർ വേർഡ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ് അക്സെപ്റ്റൻസ് ആണ്. അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്, അതായത് ഒരു കണ്ടീഷൻസോ മറ്റു ഉപാധികളോ ഒന്നും വെക്കാതെ തന്നെ പ്രൊപ്പോസലിന്റെ അതേ പ്രൊപ്പോസലായിട്ട് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അക്സെപ്റ്റൻസിന്റെ ഒരു എസെൻഷ്യൽ എന്ന് പറയുന്നത്. ഇവിടെ ബി മേക്സ് എ കണ്ടീഷൻ അബൌട്ട് ദ പേയ്മെന്റ്. ബി 5 മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വെക്കാണ്. അതുകൊണ്ട് തന്നെ അതൊരു അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ് അക്സെപ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഓഫറും അക്സെപ്റ്റൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു അഗ്രിമെന്റ് അല്ല. സോ കോൺട്രാക്റ്റിന്റെ വയലേഷൻ ബി ലയബിൾ അല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ബിയുടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഒരു കൗണ്ടർ ഓഫർ മാത്രമായിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് എയുടെ വണ്ടി എ ആദ്യം 25,000 രൂപയ്ക്ക് ബിക്ക് വിൽക്കാമെന്ന് ഒരു ഓഫർ വയ്ക്കുന്നു. അതിനോട് ബി പറയുന്ന മറുപടി 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 25,000 രൂപ അടച്ച് ഞാൻ ആ വണ്ടി വാങ്ങാമെന്നുള്ളത് ഒരു അക്സെപ്റ്റൻസ് അല്ല, മറിച്ച് അത് ഒരു കൗണ്ടർ ഓഫറാണ്. സോ there is never an acceptance here, so hence no agreement. So A is not liable for violation of the contract because there never existed a contract or an agreement. അടുത്തത് 6th question, legal principle. Whoever intending to take dishonestly any movable property out of the possession of any person without that person's consent moves that property in order to such taking is said to commit theft. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഡിസോണസ്റ്റ് ഇൻറ്റൻഷനോടുകൂടി ഒരു മൂവബിൾ പ്രോപ്പർട്ടി മറ്റൊരു വ്യക്തിയുടെ പൊസഷനിൽ നിന്ന് അയാളുടെ സമ്മതം കൂടാതെ എടുക്കുന്നതിനായിട്ട് മൂവ് ചെയ്യുന്നതിനാണ് തെഫ്റ്റ് എന്ന് പറയുക. തെഫ്റ്റിൻ്റെ ഡെഫിനിഷനാണ് പ്രിൻസിപ്പിൾ തന്നിരിക്കുന്നത്. സോ ഫാക്ച്വൽ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇസഡ് ഗോയിങ് ഓൺ എ ജേർണി എൻട്രസ്റ്റ് ഹിസ് പ്ലേറ്റ് ടു എ ദ കീപ്പർ ഓഫ് എ വെയർ ഹൗസ് ടിൽ ഇസഡ് ഷാൽ റിട്ടേൺ. ഇസഡ് ഒരു യാത്ര പോയി മടങ്ങി വരുന്നവരെ എ എന്ന വ്യക്തിയെ തൻ്റെ ഒരു പ്ലേറ്റ് ഏൽപ്പിക്കുകയാണെന്ന് നോക്കാൻ. A carries the plate to a goldsmith and sell it. A അത് ഒരു തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് വിൽക്കുകയാണ്, ഒരു ഗോൾഡ് അടുത്ത് കൊണ്ടുപോയി അത് വിൽക്കുകയാണ്. ഇതാണ് സിറ്റുവേഷൻ. സോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, A has committed theft as soon as he carried the plate to a goldsmith. അതായത് എ ഒരു ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്തേക്ക് പ്ലേറ്റ് എടുത്ത് പോയി തുടങ്ങുമ്പോൾ തന്നെ അയാൾ തെഫ്റ്റ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നതാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി, A has not committed theft. എ തെഫ്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടില്ല.
ഓപ്ഷൻ സി, എ ഹാസ് കമ്മിറ്റഡ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന ക്രൈമാണ് എ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ഈസ് നൺ ഓഫ് ദി അബവ്. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, എ ഹാസ് നോട്ട് കമ്മിറ്റഡ് തെഫ്റ്റ് എന്നുള്ളതാണ്. എ ഹാസ് നോട്ട് കമ്മിറ്റഡ് തെഫ്റ്റ്. ഇതിൻ്റെ കോർ വേർഡ് എന്ന് പറയുന്നത് എസെൻഷ്യൽ സ്റ്റേറ്റ്സ് തെഫ്റ്റിൻ്റെ എസെൻഷ്യൽസ് ആണ് പറയുന്നത്. തെഫ്റ്റിൻ്റെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഹൂഎവർ ഇൻറ്റൻഡിങ് ടു ടേക്ക് ഡിസോണസ്റ്റ്ലി. അപ്പോൾ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഡിസോണസ്റ്റ് ഇൻറ്റൻ്റ് ആണ് ഫസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് എനി മൂവബിൾ പ്രോപ്പർട്ടി, ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം തെഫ്റ്റിന് വിധേയമാവേണ്ടത്. സോ സെക്കൻഡ് ഇസ് മൂവബിൾ പ്രോപ്പർട്ടി. ദ തേർഡ് വൺ ഇസ് ഔട്ട് ഓഫ് ദ പൊസഷൻ, ഒരു വ്യക്തിയുടെ കൈവശമുള്ളത് സാധനമായിരിക്കണം. അത് തെഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു വ്യക്തിയുടെ കൈവശമുള്ള സാധനമായിരിക്കണം, പൊസഷനിലുള്ള സാധനമായിരിക്കണം. 3, ആ വ്യക്തിയുടെ കൺസെന്റ് ഇല്ലാതായിരിക്കണം, വിത്തൗട്ട് ദ പേഴ്സൺസ് കൺസെന്റ്. നാലാമത്തത് കൺസെന്റ് ഇല്ല എന്നുള്ളതാണ്. 5, മൂവ്സ് ദാറ്റ് പ്രോപ്പർട്ടി ഇൻ ഓർഡർ സച്ച് ടേക്കിംഗ്, അങ്ങനെ എടുക്കുന്നതിനായിട്ട് ആ പ്രോപ്പർട്ടി മൂവ് ചെയ്യണം, ഫിസിക്കലി മൂവ് ചെയ്യണം എന്നുള്ളതാണ് 5 എസെൻഷ്യൽസ്. അതായത് തെഫ്റ്റിന്റെ എസെൻഷ്യൽ ഒന്നാമത്തത് ഡിസോണസ്റ്റ് ഇൻറ്റന്റ്, 2 അതൊരു മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം, 3 ഔട്ട് ഓഫ് ദ പൊസഷൻ, ഒരാളുടെ പൊസഷനിൽ നിന്നായിരിക്കണം അത് എടുത്തുകൊണ്ട് പോകേണ്ടത്, 4 കൺസെന്റ് ഉണ്ടാവാൻ പാടില്ല, 5 മൂവ്സ് ദാറ്റ് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി അങ്ങനെ എടുക്കുന്നതിനായിട്ട് മൂവ് ചെയ്യണം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. സിറ്റുവേഷൻ തന്നിരിക്കുന്നത് ഇസഡ് ഗോയിങ് ഓൺ എ ജേർണി എൻട്രസ്റ്റ് ഹിസ് പ്ലേറ്റ് ടു എ ദ കീപ്പർ ഓഫ് എ വെയർ ഹൗസ് ടിൽ ഇസഡ് ഷാൽ റിട്ടേൺ. എ ക്യാരീസ് എ പ്ലേറ്റ് ടു ഗോൾഡ് സ്മിത്ത് ആൻഡ് സെൽ ഇറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ എസെൻഷ്യൽ എന്ന് പറയുന്നത് ഡിസോണസ്റ്റ് ഇൻറ്റന്റ് ആണ്. ഡിസോണസ്റ്റ് ഇൻറ്റന്റ് ഉണ്ട് കാരണം എയ്ക്ക് അറിയാം അത് ഇസഡിന്റെ പ്ലേറ്റ് ആണ്, ഇസഡിന്റെ പ്ലേറ്റ് തനിക്ക് വിൽക്കാനുള്ള അവകാശമില്ല, എന്നിട്ട് ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്തുകൊണ്ട് വിൽക്കുന്നു, അത് ഡിസോണസ്റ്റ് ഇൻറ്റന്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഒരു പ്ലേറ്റ് ആണ് ഇവിടെ വരുന്നത്, പ്ലേറ്റ് ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. മൂന്നാമത്തെ എസെൻഷ്യൽ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ പൊസഷൻ ആണ്. ഇവിടെ നോക്കാം, നമുക്ക് ഇസഡ് ഓൾറെഡി എ ആ പ്ലേറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്, ആ പ്ലേറ്റിന്റെ പൊസഷൻ അപ്പോൾ ഓൾറെഡി എയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ എ ഒരാളുടെ പൊസിഷനിൽ നിന്ന് അത് എടുത്ത് മാറ്റുന്നില്ല. സോ തേർഡ് എസെൻഷ്യൽ ഇവിടെ ഫുൾഫിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തെഫ്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഓപ്ഷൻ ബി, എ ഹാസ് നോട്ട് കമ്മിറ്റഡ് തെഫ്റ്റ്. ബാക്കി എസെൻഷ്യൽ നമുക്ക് നോക്കാം. അയാളുടെ കൺസെൻറ്റോട് കൂടെയല്ല, ഇസഡിന്റെ കൺസെന്റ് ഇല്ല എ അത് വിൽക്കുന്നതിന്, അങ്ങനെ ഒരു പ്രോപ്പർട്ടി മൂവ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ പൊസഷൻ ഇല്ലായിരുന്നു. പൊസഷൻ ഓൾറെഡി എയുടെ കയ്യിലായതുകൊണ്ട് തന്നെ ഒരു തെഫ്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഓപ്ഷൻ സി, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിനെ പറ്റിയൊന്നും പ്രിൻസിപ്പൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ നമുക്ക് ആദ്യമേ തന്നെ തള്ളിക്കളയാം. പിന്നെ ഉള്ള ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി, എ ഹാസ് നോട്ട് കമ്മിറ്റഡ് തെഫ്റ്റ്. ഇതാണ് തെഫ്റ്റിന്റെ 5 എസെൻഷ്യൽസ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒന്ന് ഡിസോണസ്റ്റ് ഇൻറ്റന്റ് ഉണ്ടാവണം, 2 മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം, പൊസഷനിൽ നിന്നായിരിക്കണം എടുത്തുകൊണ്ട് പോകേണ്ടത്, അത്തരത്തിലൊരു വിത്തൗട്ട് കൺസെന്റ് ആയിരിക്കണം, പിന്നെ അങ്ങനെ മൂവ് ചെയ്യണം അത്തരത്തിലൊരു ആവശ്യത്തിന് വേണ്ടി. അതായത് മൂവ് ചെയ്താൽ മതി, മുഴുവനായിട്ടും അത് സ്റ്റീൽ ചെയ്യണം എന്നില്ല, പൊസഷനിൽ നിന്ന് പുറത്തെടുക്കണം എന്നില്ല, അങ്ങനെ ഒരു ഇന്റൻഷനോടുകൂടി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുന്നു, അവിടെ ടേബിളിൽ ഒരു പേന കിടക്കുന്നു, ആ പേന സ്വന്തമാക്കാൻ വേണ്ടി അയാൾ അറിയാതെ ഞാൻ എടുക്കാനെന്നുള്ള ഒരു ഇന്റൻഷനോടുകൂടി ഞാൻ എൻ്റെ പോക്കറ്റിലേക്ക് ആ പേന എടുത്തിടുന്നു. എന്നാൽ ആ പേന എൻ്റെ പോക്കറ്റിൽ നിന്ന് അറിയാതെ താഴെ വീണ് അത് ആ വീട്ടിൽ വെച്ച് തന്നെ അതിങ്ങനെ ലോസ്റ്റ് ആയി പോകുന്നു. ഇവിടെ ഞാൻ ആ പേന എടുത്തിട്ട് പോക്കറ്റിലിട്ടുകൊണ്ട് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാനത് തെഫ്റ്റ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. സോ തെഫ്റ്റിൻ്റെ 5 എസെൻഷ്യലാണ് പറയുന്നത്. തെഫ്റ്റിനെ ബേസ് ചെയ്ത് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ ഇതാണ് തെഫ്റ്റിൻ്റെ കോർ ഐഡിയ എന്ന് പറയുന്നത്, കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ 5 എസെൻഷ്യൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നോ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 14 years ഷാൽ ബി എംപ്ലോയിഡ് ടു വർക്ക് ഇൻ എനി ഫാക്ടറി ഓർ മൈൻ ഓർ എൻഗേജ്ഡ് ഇൻ എനി അതർ ഹസാഡസ് എംപ്ലോയ്മെന്റ്. 14 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ ഒരു ഫാക്ടറിയിലോ ഒരു മൈനിലോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു ഹസാഡസ് ആയിട്ടുള്ള ഒരു ജോലി സ്ഥലത്തോ എംപ്ലോയ് ചെയ്യാൻ പാടില്ല. Fact situation: Rahul was a 13-year-old when he joined a glass factory as water boy. His job was primarily to serve tea and water to all employees and visitors to the factory. അതായത് രാഹുൽ എന്ന 13 വയസ്സുകാരനായ പയ്യനെ ഒരു ഫാക്ടറിയിൽ വെള്ളവും ചായയും ഒക്കെ കൊടുക്കുന്നതിനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. പ്രേം, a social worker, filed a case against the factory owners on the grounds that Rahul was being exploited by the glass factory by employing him in a hazardous industry. അതൊരു hazardous ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലാണ് രാഹുലിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേം ഒരു കേസ് കൊടുക്കുന്നു ഫാക്ടറി ഓണേഴ്സിനെതിരെ. ആ കേസിന്റെ ഡിസിഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: he will succeed as Rahul is being employed to work in a glass factory and such employment is contrary to the law.
അതായത് രാഹുൽ അയാൾ സക്സീഡ് ചെയ്യും, കാരണം രാഹുൽ ഓൾറെഡി ഒരു ഗ്ലാസ് ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്, ആൻഡ് അങ്ങനെ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി, ഹി വിൽ ഫെയിൽ ബിക്കോസ് രാഹുൽ വാസ് എംപ്ലോയിഡ് ഓൺലി ആസ് എ വാട്ടർ ബോയ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇസ് നോട്ട് ഹസാഡസ്. രാഹുൽ അവിടെ ചായയും വെള്ളവും കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നിന്നിരുന്നത്, അതൊരു ഹസാഡസ് ആയിട്ടുള്ളൊരു എൻവയോൺമെന്റിലല്ല എംപ്ലോയ്മെന്റ്, അതുകൊണ്ട് തന്നെ ഹി വിൽ ഫെയിൽ എന്നുള്ളതാണ് പറയുന്നത്. ഓപ്ഷൻ സി, ഹി വിൽ സക്സീഡ് ആസ് ഗ്ലാസ് ഫാക്ടറി ഓണേഴ്സ് ആർ റിനോൺഡ് ഓഫ് സച്ച് എക്സ്പ്ലോയിറ്റേഷൻസ്. അതായത് ഓപ്ഷൻ സി പറയുന്നത് ഗ്ലാസ് ഫാക്ടറി ഓണേഴ്സ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത്തരം എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന ഒരു ആളുകളാണ് എന്നുള്ള ഒരു പേരുണ്ട്, അതുകൊണ്ട് തന്നെ ഇയാൾ സക്സീഡ് ചെയ്യും. ഓപ്ഷൻ ഡി പറയുന്നത് ഹി വിൽ ഫെയിൽ ബിക്കോസ് ദ ജോബ് വാസ് ഗെയിൻഫുൾ ഫോർ രാഹുൽ. അത് പറയുന്നത് രാഹുൽ എന്ന പയ്യൻ ഒരു ഗെയിൻഫുൾ ആയിട്ടുള്ള ഒരു മെച്ചം ഉണ്ടാകുന്ന ഒരു ജോലിയാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത് പയ്യൻ, അതുകൊണ്ട് തന്നെ അയാൾ സക്സീഡ് ചെയ്യില്ല പ്രേം എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ ശരിയായ ഉത്തരം നമുക്ക് നോക്കാം. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ, he will succeed as Rahul is being employed to work in a glass factory and such employment is contrary to the law. ഇവിടെ കോർ വേർഡ് എന്ന് പറയുന്നത് ഇൻ ഫാക്ടറി ഓർ മൈൻ ഓർ അതർ ഹസാഡസ് എംപ്ലോയ്മെന്റ് എന്നാണ്. ഓർ ആണ് പറഞ്ഞിരിക്കുന്നത്, ഇതിലേതിലും ഒന്നിൽ പോലും എംപ്ലോയ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഹിയർ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എ ചൈൽഡ് ഇസ് നോട്ട് ടു ബി എംപ്ലോയിഡ് ഇൻ എ ഫാക്ടറി ഓർ മൈൻ. അതുകൊണ്ട് തന്നെ ആസ് സച്ച് ആ എംപ്ലോയ്മെന്റ് നിയമത്തിനെതിരാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ, ഹി വിൽ സക്സീഡ് ആസ് രാഹുൽ ഇസ് ബീങ് എംപ്ലോയിഡ് ഇൻ എ glass factory. അടുത്ത question number 8. Principle is the doctrine of basic structure in constitutional jurisprudence means that the Constitution of India has certain basic features that cannot be taken away through amendments by Parliament. അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന ഡോക്ട്രിൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ഫീച്ചേഴ്സ് പാർലമെന്റിന് അമെൻമെന്റിലൂടെ എടുത്തു കളയാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ. നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നത് the power of judicial review is a part of the basic structure and it helps the constitutional courts to determine whether an amendment is against basic structure or not. അതായത് ജുഡീഷ്യൽ റിവ്യൂ ഈ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്, ആൻഡ് ജുഡീഷ്യൽ റിവ്യൂയുടെ പവർ യൂസ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സിന് ഒരു അമെൻമെന്റ് ബേസിക് സ്ട്രക്ചറിന് വിരുദ്ധമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. നമുക്ക് ഇനി ഫാക്ച്വൽ സിറ്റുവേഷനിലേക്ക് കിടക്കാം. Factual situation പറയുന്നത് Parliament proposes an amendment to limit the power of appeal against conviction for the offence of sedition to be exercised only by the Supreme Court. അതായത് പാർലമെന്റ് ഒരു പുതിയ അമെൻമെന്റ് കൊണ്ടുവരികയാണ്. അതായത് സെഡീഷൻ ചാർജ് കൺവിക്ട് ചെയ്യപ്പെട്ട ആളുകൾക്ക് സുപ്രീം കോടതിയിലേക്ക് മാത്രമാണ് അപ്പീലിന് പോകാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു അമെൻമെന്റ് കൊണ്ടുവരികയാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, the proposed amendment is against the doctrine of basic structure. ബേസിക് സ്ട്രക്ചർ എന്ന ഡോക്ടറിന്റെ പ്രിൻസിപ്പിളിന് എതിരാണ്, ഇത് ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്ന ഒന്നാണെന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഓപ്ഷൻ ബി, ദ പ്രൊപ്പോസ്ഡ് അമെൻമെന്റ് ഇസ് അൺകണക്റ്റഡ് ടു ദ ഡോക്ടറിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാത്ത, അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു അമെൻമെന്റ് ആണ് ഇത് എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി ഈസ് ദ പ്രൊപ്പോസ്ഡ് അമെൻമെന്റ് ക്യാൻ ബി റിവ്യൂഡ് ആൻഡ് സ്ട്രക്ക് ഡൗൺ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സിന് ഈ അമെൻമെന്റ് റിവ്യൂ ചെയ്യാനും വേണ്ടി വന്നാൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടെന്ന് പറയുന്നതാണ് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി ഈസ് ദ പ്രൊപ്പോസ്ഡ് അമെൻമെന്റ് ഇസ് ബിയോണ്ട് ദ പവേഴ്സ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു അമെൻമെന്റ് ആണ് ഇത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി പറയുന്നത്. നമുക്കിനി ഇതിന്റെ ശരിയായ ഉത്തരം പരിശോധിക്കാം. ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ദ പ്രൊപ്പോസ്ഡ് അമെൻമെന്റ് ക്യാൻ ബി റിവ്യൂഡ് ആൻഡ് സ്ട്രക്ക് ഡൗൺ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ്. ഇവിടെ നമ്മുടെ ലീഗൽ പ്രിൻസിപ്പിളിലെ കോർ വേർഡ് എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ ഇസ് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ പ്രിൻസിപ്പിളിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്താണെന്ന് പറയുന്നു, അതിനുശേഷം ജുഡീഷ്യൽ റിവ്യൂ ഇസ് എ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഒരു കോടതിയുടെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിന്റെ ഒരു ഗവൺമെന്റിലെ ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആക്ഷൻസിനെ, അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസിനെ റിവ്യൂ ചെയ്യാനുള്ള അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ ഇസ് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ എ പറയുന്നത് പ്രൊപ്പോസ്ഡ് അമെൻമെന്റ് ഇസ് അഗെയിൻസ്റ്റ് ദ ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ. നമുക്ക് ഈ പറയുന്ന അമെൻമെന്റ്, അതായത് സെഡീഷൻ എന്ന കുറ്റത്തിന് കൺവിക്ട് ചെയ്യപ്പെട്ട ഒരാൾക്ക് അപ്പീൽ സുപ്രീം കോടതിക്ക് മാത്രമേ അത്തരത്തിലുള്ള അപ്പീൽ എന്റർടൈൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു അമെൻമെന്റ്, ഈ തന്നിരിക്കുന്ന ഫാക്ട്സിൽ നിന്ന് നമുക്കൊരിക്കലും ഇത് ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കാരണം അതിന് എഫിഷ്യന്റ് ആയിട്ടുള്ള ഫാക്ട്സ് നമുക്ക് തന്നിട്ടില്ല. സോ ഓപ്ഷൻ എ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ഓപ്ഷൻ ബി പറയുന്നത് പ്രൊപ്പോസ്ഡ് അമെൻമെന്റ് ഇസ് അൺകണക്റ്റഡ് ടു ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചറിനോട് ബന്ധവുമില്ല എന്നുള്ളത് അതേ കാരണം കൊണ്ട് നമുക്ക് ആ ഓപ്ഷൻ നമുക്ക് തള്ളിക്കളയാം. കാരണം
ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇതെന്നുള്ളത് വിലയിരുത്താൻ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് പറ്റില്ല. The third one is the proposed amendment can be reviewed and struck down by the constitutional courts. അതായത് നമ്മുടെ പ്രിൻസിപ്പളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓപ്ഷൻ ആണ് ഓപ്ഷൻ സി, ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഓപ്ഷൻ സി ബേസിക്കലി പറയുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ദിസ് അമെൻമെന്റ് is under the judicial review and can be reviewed by the court and maybe even struck down. ഓപ്ഷൻ ഡി പറയുന്നത് പ്രപ്പോസ്ഡ് അമെൻമെന്റ് ഇസ് ബിയോണ്ട് ദ പവേഴ്സ് ഓഫ് പാർലമെന്റ്. ഇത് പവേഴ്സ് ഓഫ് പാർലമെന്റിനെ പറ്റി നമ്മുടെ പ്രിൻസിപ്പിളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പവേഴ്സ് ഓഫ് പാർലമെന്റ് വെളിയിലാണോ പുറത്താണോ പാർലമെന്റിന്റെ അധികാര പരിധിക്കുള്ളിലാണോ എന്നുള്ളത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സോ ദ ഓൺലി ഓപ്ഷൻ ദാറ്റ് വി ക്യാൻ ഇൻഫർ ഫ്രം ദ principle is option C, that is the proposed amendment can be reviewed and struck down by a constitutional court. ഇത് ക്ലിയറിൽ വന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇത് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എൻഡ് ചെയ്യാം. ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ കണ്ട ഇത്രയും ഓപ്ഷനിൽ നിന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ആദ്യം പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ഒരു സെക്ഷനാണ്. സോ attempt all questions. And second one is നമ്മുടെ പ്രിൻസിപ്പിളാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന അപ്രോച്ച് ഓർത്ത് വെക്കുക. നമ്മൾ പ്രിൻസിപ്പിൾ നിന്ന് ഫൈൻഡ് ദ കോർ വേർഡ്, കോർ ഐഡിയ, കോർ വേർഡ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ സ്റ്റിക്ക് ടു ദ പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എപ്പോഴും ശരിയാണ്, സോ സ്റ്റിക്ക് ടു ഇറ്റ്. അതിനപ്പുറത്തേക്ക് അസ്യൂം ചെയ്യാനിരിക്കുക. ഫാക്റ്റിലും പ്രിൻസിപ്പിളും കൂടുതൽ അസംഷൻസ് ഒന്നും സ്വന്തമായി നമ്മൾ നടത്താതിരിക്കുക. ദെൻ യൂസ് യുവർ ലോജിക്. ഈ ലോജിക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ പ്രിൻസിപ്പിൾ ഓരോ ഓപ്ഷൻസിലും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് കറക്റ്റ് ഉത്തരം കണ്ടെത്താൻ കഴിയും. സോ ഇറ്റ് ഈസി മാർക്സ് ആണ് നമുക്ക് ഈ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ അറ്റംപ്റ്റ് ഓൾ ദ ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻസ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.